പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. രാമന്റെ ജീവിതം, അതാണ് രാമന്റെ സന്ദേശം. രാമായണ തത്വവിചാരത്തിൽ നാം സുന്ദരകാന്ഡത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. സുന്ദരകാന്ഡം, ആ സുന്ദരൻ ഹനുമാൻ സ്വാമിയായിരുന്നു. എത്രമാത്രം കാര്യഗൗരവത്തോടുകൂടി ഏൽപ്പിച്ച കർമ്മങ്ങളെ കൃത്യമായി ചെയ്യുന്ന ഒരു നല്ല പടയാളി കൂടിയാണ് ഹനുമാൻ. ഹനുമാന്റെ വിശേഷണങ്ങളിൽ രാമന്റെ പരമഭക്തൻ, രാമദാസൻ, അതീവ ബുദ്ധിശാലിയായ ശക്തിശാലിയായ അനുചരൻ, രാമനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചവൻ, രാമൻ പറയുന്നതെന്തും രണ്ടാമതൊരു ചോദ്യമില്ലാതെ അനുസരിക്കുന്നവൻ. അർജുനനും ഹനുമാനും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. ശ്രീകൃഷ്ണൻ്റെ പരമഭക്തനാണ് അർജുനൻ, ശ്രീരാമൻ്റെ പരമഭക്തനാണ് ഹനുമാൻ. പക്ഷേ അർജുനനൊരു കാര്യം ചെയ്യുവാൻ 1000 സംശയങ്ങളുണ്ടായിരുന്നു. അർജുനൻ്റെ ആ സംശയം നമുക്കുപകാരപ്പെട്ടു. ഭഗവാൻ ഭഗവത്ഗീതയുടെ രൂപത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ശ്രീരാമൻ പറയുന്നത് ചെയ്യുവാൻ ഒരു സംശയവും ഹനുമാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഹനുമാന്റെ ക്ഷേത്രങ്ങൾ ഭാരതത്തിൻ്റെ ഓരോ പ്രദേശങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. അർജുനന് ക്ഷേത്രങ്ങൾ വളരെ അപൂർവമായിട്ട് 1-2 ക്ഷേത്രങ്ങളെ ഭാരതം മുഴുവനുള്ളൂ എന്ന് നാം അറിയണം. തൻ്റെ യജമാനിൽ അഥവാ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമചന്ദ്രൻ എന്നും ആ ശ്രീരാമചന്ദ്രന് തെറ്റ് പറ്റില്ല എന്നും ആ രാമൻ പറയുന്നത് വേദവാക്യമാണ് എന്നും കൃത്യമായി രാമനെ പഠിച്ചിട്ട് രാമനെ അനുസരിക്കുന്ന ഹനുമാൻ, മറ്റൊരിടത്ത് ഇത് നാരായണനാണ് എന്നൊക്കെ അറിയാം അർജുനന്. എന്നാലും അർജുനൻ്റെ സംശയങ്ങളെ തീരുന്നില്ല. 1-2മല്ല, വ്യത്യസ്ത തലങ്ങളിൽ സംശയങ്ങൾ ചോദിക്കുന്നു. ആ സംശയങ്ങൾക്ക് ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ മറുപടിയും നൽകുന്നു. രാമായണത്തിൻ്റെ ഈ ഒരു സുന്ദരകാന്ഡം, 5ാമത്തെ കാണ്ഡമാണ് സുന്ദരകാന്ഡം. ഈ സുന്ദരകാന്ഡത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് സീതയെ അന്വേഷിക്കുന്ന ഹനുമാൻ, സീതയെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ഹനുമാൻ തൻ്റെ ശക്തിയെ തിരിച്ചറിയുന്നു. ആരാൽ? ജാംബവാൻ എന്ന വൃദ്ധ വാനരൻ്റെ വായിൽ നിന്നാണ് തൻ്റെ പൂർവ്വചരിത്രവും തൻ്റെ ശക്തിയും ഒക്കെ മനസ്സിലാക്കുന്നത് ഹനുമാൻ. അങ്ങനെ മനസ്സിലാക്കി സാഗരം ചാടിക്കടന്ന് സീതാദേവിയെ കണ്ടെത്തി ഏറ്റവും നല്ല ഭയത്തിൻ്റെ ഒരു സന്ദേശം ലങ്കയ്ക്ക് നൽകി തിരിച്ച് സീതയെ കണ്ടെത്തിയ വിവരം രാമനെ അറിയിക്കുന്നു. ഇതറിയിക്കുന്ന രീതിയിലെല്ലാം തന്നെ അത്യന്തം സമഗ്രമായ മാനസിക ശാസ്ത്രമുണ്ട്, മനഃശാസ്ത്രമുണ്ട്. എങ്ങനെയാണ് ഒരാളോട് പെരുമാറേണ്ടത്? ശക്തി കാണിക്കേണ്ടിടത്ത് ശക്തി കാണിച്ചു. അതായത് രാവണന് നൽകുന്നൊരു സന്ദേശം, സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയ നിനക്ക് കേവലം ഒരു വാനരനായ ഞാൻ രാമൻ്റെ ദൂതുമായിട്ട് അഥവാ രാമൻ്റെ ഭാര്യയെ കണ്ടെത്തുവാൻ വന്ന ഞാൻ ഇത്ര വലിയ ആഘാതം ഇവിടെ ഏൽപ്പിച്ചുവെങ്കിൽ സാക്ഷാൽ രാമൻ വന്നാൽ എന്തായിരിക്കും എന്നൊരു സന്ദേശം അവിടെ ഉണ്ട്. ഇതിനെ കേന്ദ്രീകരിച്ചിട്ട് തന്നെയാണ് ഇനി യുദ്ധകാന്ഡത്തിൽ വിഭീഷണന്റെ ചർച്ച വരുന്നത്. നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ കാണ്ഡം അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിൽ ഹനുമാനെ മാതൃകയാക്കുക. നിറഞ്ഞ ഭക്തി, സത്യസന്ധത, അനുസരണശീലം, കുശലമായ കർമ്മം ചെയ്യുവാൻ വേണ്ടി വിസ്തരിക്കേണ്ടതില്ല. പണ്ട് ഒരു രാജാവിനോട് ഒരാൾ പറഞ്ഞു, വളരെ അടുപ്പമുണ്ട് രാജാവുമായിട്ട്, എന്നെ മന്ത്രിയാക്കണം, നിങ്ങളുടെ മന്ത്രിയേക്കാൾ എത്രയോ ബുദ്ധി എനിക്കുണ്ട്, ശക്തി എനിക്കുണ്ട്, ഞാൻ ഇന്നേ കുലത്തിൽ ജനിച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ഒരു കൂട്ട പഴുത്ത മാങ്ങയുമായിട്ട് ഒരാൾ പോകുന്നു കൊട്ടാരത്തിൻ്റെ മുന്നിലൂടെ. ഇയാളോട് രാജാവ് പറഞ്ഞു, ആ മാങ്ങ ഇവിടത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് അന്വേഷിച്ചു വരൂ. ഇയാൾ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഇന്നേ ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. അടുത്ത ചോദ്യം,
അത് എത്ര വിലക്കാണ് വിൽക്കുന്നത് എന്ന് ചോദിക്കൂ. അയാൾ ഓടിച്ചെന്ന് വീണ്ടും ചോദിച്ചു, എത്ര വിലക്കാണ് വിൽക്കുന്നത്? അടുത്ത ചോദ്യം ചോദിക്കാൻ പറഞ്ഞു, ഇത് എവിടുന്നാണ് കൊണ്ടുവരുന്നത്? അയാൾ വീണ്ടും ഓടിപ്പോയി. ഈ സമയത്ത് 3 കാര്യങ്ങൾക്ക് 3 പ്രാവശ്യം ഓടിച്ചെന്നു. മന്ത്രിയെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മന്ത്രി, ആ മാങ്ങ എവിടത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് അന്വേഷിക്കൂ. മന്ത്രി പോയിട്ട് തിരിച്ചു വന്നു. രാജാവ് ചോദിച്ചു, അത് എവിടത്തേക്ക് കൊണ്ടുപോകുന്നു? ഇന്നേ ദേശത്തേക്ക്. എവിടുന്ന് കൊണ്ടുവരുന്നു? ഇന്നേ സ്ഥലത്തുനിന്ന്. എത്രയാണ് അതിൻ്റെ വില? ഇത്രയാണ് അതിൻ്റെ വില. എല്ലാ കാര്യങ്ങളും, ഒരു കാര്യം ചോദിക്കാൻ മാത്രമേ രാജാവ് ആവശ്യപ്പെട്ടുള്ളൂ എങ്കിലും അതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കുന്ന അവൻ്റെ പേരാണ് മന്ത്രി. ഒരു കാര്യം ചെയ്യുമ്പോൾ മന്ത്രിയുടെ ഗൗരവം എന്ന് പറയാറുണ്ട്. മന്ത്രി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കാര്യങ്ങളെ കൃത്യമായിട്ട് മന്ത്രം പോലെ അനുസരിക്കുന്നവനാണ്. ഇവിടെയാണ് ഹനുമാൻ കൃത്യമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ 100 കാര്യങ്ങൾ അത് ധാർമ്മികമായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ധിക്കാരപരമായിട്ടും ചെയ്യാം. ഇപ്പം നമ്മളോട് ഒരാൾ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ആ കാര്യത്തിനെതിരെയുള്ള കാര്യങ്ങളും ചിലപ്പോൾ കർമ്മത്തിൽ വന്നുപോകും. അത് പാടില്ല. ഏൽപ്പിച്ച കർമ്മത്തെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിക്കുന്ന സൽക്കർമ്മങ്ങൾ കൂടെ ചെയ്യുക. ഇതാണ് ഹനുമാൻ അവിടെ കാണിച്ചത്. ലങ്കയിൽ ചെന്നിട്ട് സീതയെ കണ്ടെത്തണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ലങ്കയെ തകർക്കണം, രാവണന്റെ മകനെ കൊല്ലണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതെല്ലാം അവിടെ ചെയ്തു ഹനുമാൻ. എന്തുകൊണ്ടാണ്? സീതാദേവിയോടുള്ള രാവണന്റെയും രാക്ഷസികളുടെയും പെരുമാറ്റം കണ്ണുകൊണ്ട് കണ്ടു ബോധ്യപ്പെട്ടവനാണ് ഹനുമാൻ. ആയതുകൊണ്ട് തന്നെ തിരിച്ചു വരുന്നതിന് മുമ്പ് ശക്തമായൊരു പ്രതികരണം അവിടെ കൊടുക്കണമെന്ന് ഹനുമാൻ തീരുമാനിച്ചു. അത് കൊടുത്തു. അങ്ങനെയുള്ള ഹനുമാന്റെ സുന്ദരകാന്ഡം അവസാനിച്ച് നാളെ മുതൽ നമുക്ക് യുദ്ധകാന്ഡത്തിലെ തത്വവിചാരത്തെ സമഗ്രമായിട്ട് പ്രതിപാദിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. ജയ് ശ്രീറാം.